പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നതേ അത്ര സുഖകരമായ ഒരു വാർത്തയിലേക്കല്ല കേട്ടോ. കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയ കോവിലകം സ്വദേശി ബിജു ആണ് മരിച്ചത്. ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് സംശയം. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്. സേതുലക്ഷ്മി, ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി അമ്മയോടൊപ്പം ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങിയ പാളയം സ്വദേശി ബിജു ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത്. ഇതിൽ പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്നത് ഈ സ്ഥലത്തോട് ചേർന്ന് ഒരു പ്രദേശമുണ്ട്, അവിടെ ലഹരി മാഫിയ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ്. കൂടാതെ തന്നെ പോലീസ് ഉൾപ്പെടെ ആ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല. അവരിൽ നിന്ന് ആക്രമണം ഉണ്ടായതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ കുടുംബം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ മരണപ്പെട്ട് കിടന്ന ബിജുവിൻ്റെ തലയുടെ ഭാഗത്ത് ക്ഷതമേറ്റിട്ടുണ്ട്. കൂടാതെ തന്നെ മുറിയിൽ ചോര വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. നിലവിൽ പോലീസ് സംഘം അവിടെ എത്തിയിട്ടുള്ളൂ. ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിഭാഗം അവിടെ എത്തി പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ കുടുംബത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ദിവസങ്ങളോളം ഇയാൾ കിടന്നിരുന്ന മുറിയുടെ സമീപത്തുള്ള പ്രദേശത്ത് ഇത്തരം ഒരു മയക്കുമരുന്ന് മാഫിയ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എന്നാൽ പോലും എന്താണ് ഈ മരണകാരണം എന്നതിൽ ഒരു വ്യക്തതയില്ല. കൊലപാതകമാണെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കാരണം രാത്രിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രാത്രിയിൽ ഭക്ഷണം കഴിച്ച് പുലർച്ചെ 3 മണിക്ക് എണീറ്റ് ജോലിക്ക് പോകുന്ന ഒരു യുവാവാണ്, ജോലിക്ക് പോകേണ്ട യുവാവാണ്. അപ്പോൾ അമ്മ വന്ന് വീടിൻ്റെ മുറിയിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാവും അന്വേഷണം. ഇതിൽ അഥവാ ഒരു കൊലപാതകമാണെങ്കിൽ അതാരാണ്, എന്തിനാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ആ വിവരങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. അതിൻ്റെ ഭാഗമായി അല്പസമയത്തിന് ശേഷം ഫോറൻസിക് സംഘവും ഡോക്ടറോട് ഉൾപ്പെടെ സംഘം ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. ഈ മുറിയിൽ തന്നെയായിരുന്നു ഈ മൃതദേഹം കിടന്നിരുന്നത്. ഈ കട്ടിലിനോടും നിലത്തോടും ചേർന്നായിരുന്നു ഈ മൃതദേഹം ചോരയിൽ വാർന്ന നിലയിൽ കിടന്നിരുന്നത്. ഏതായാലും ഇതിൽ ഒരു അന്വേഷണത്തിലാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.